എല്ലാവർക്കും GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാമിസ്ട്രിയുടെ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇന്നലത്തെ മിനിഞ്ഞാത്തൊക്കെ വീഡിയോകൾ കാണുക. നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. പാമിസ്ട്രി നമ്മൾ കാണുന്ന സിമ്പിളുകൾ, അത്ഭുതകരമായ സിമ്പിളുകളെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയ നല്ലൊരു ചാൻസാണിത്. ഇത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ കൈകളിൽ ഓരോ ദിവസവും മാറി മാറി വരുന്ന സിമ്പിളുകൾ നിങ്ങൾ കണ്ട് അത് അവലോകനം ചെയ്ത് നിങ്ങളൊരു ബിസിനസ്സിലെയോ എന്തെങ്കിലും പ്രവർത്തികളിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയം ലഭിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ ഒരു ഇമേജുകൾ കാണിച്ചിട്ടാണ് ഞാൻ അതേപ്പറ്റി വിശദമാക്കുന്നത്. ഇന്ന് ഞാൻ ഇമേജിലൂടെ അത് വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ മാക്സിമം ഇതുപോലത്തെ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ. അതുപോലെ തന്നെ അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് അസ്ട്രോളജി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇതിൻ്റെ പൊതുസ്വഭാവം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ ഇമേജ് കാണിച്ച ശേഷം അസ്ട്രോളജിയുടെ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ പാമിസ്ട്രിയുടെ കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഓരോ യോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ABCD ഇഫിഡ് അത് വെച്ചുള്ള നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച അത്രയും ഭാഗം വരെ T വരെയുള്ള U വരെയുള്ള ഞാൻ പറഞ്ഞിരുന്ന ആ വീഡിയോ, അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ പേരിൻ്റെ ലിസ്റ്റിൽ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം വന്നാൽ എന്താണ് സ്വഭാവം, ക്യാരക്ടർ എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് U വരെയുള്ളതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇമേജിലേക്ക് പോകാം. ഇമേജ് ഞാൻ കാണിക്കാം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇതിപ്പോൾ നമ്മുടെ ഒരു കൈയുടെ രേഖയുടെ ഒരു സാമ്പിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇത്തരം ഇമേജുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുമാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ വലത് കൈയുടെ ഫോട്ടോ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഇടത് കൈയിലും ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടി ഒറ്റ ഇത് കാണിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഇടത് കൈയും വലത് കൈയും മാറി അങ്ങ് നോക്കിയാൽ മതി. സ്ത്രീകൾ ഇടത് കൈ, പുരുഷന്മാർ വലത് കൈ. അപ്പോൾ ഈ കാണുന്നതാണ് ആയുർരേഖ, ഈ കാണുന്ന ഭാഗ്യരേഖ, ഈ കാണുന്നത് ബുദ്ധിരേഖ, ഈ കാണുന്നത് ഹൃദയരേഖ. മനസ്സിലായോ? അപ്പോൾ ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മാരേജ് ലൈനിനെ പറ്റിയാണ്, അതായത് വിവാഹരേഖ. വിവാഹരേഖ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ അനിവാര്യമായി ഏറ്റവും കൂടുതൽ സ്വന്തം വിവാഹത്തെപ്പറ്റി അറിയാനും ഒക്കെ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, പാമിസ്ട്രി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ രേഖകളുണ്ടെങ്കിലും നമ്മുടെ കുറേ കർമ്മങ്ങളും പ്രവർത്തികളും കൂടി ഫലത്തിൽ വന്നെങ്കിൽ മാത്രമേ പാമിസ്ട്രി വിജയിക്കുന്നുള്ളൂ. നമുക്ക് ചില ഭാഗ്യങ്ങളും യോഗങ്ങളും കൊണ്ട് തരാൻ മാത്രമേ പാമിസ്ട്രി പൂർണ്ണമായിട്ടും നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തലവര പോലെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യമല്ല പാമിസ്ട്രി. പാമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശക്തമായ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കൈരേഖ മാഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞു. ആ മാഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മുടെ ദോഷമുള്ള രേഖകൾ മായുന്ന പോലെ തന്നെ നല്ല രേഖകളും മാഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമിസ്ട്രിയിൽ പൂർണ്ണമായും വിവാഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയോ ഭാവിയുടെ കാര്യങ്ങളെപ്പറ്റിയോ ആശങ്കപ്പെടേണ്ട. ഇത് വെറും ഒരു സാധ്യത മാത്രമാണ്. ഇതൊരു ശാസ്ത്രശാഖയാണ് പാമിസ്ട്രി. ആ ഒരു ബോധത്തോടു കൂടി മാത്രമായി ഈ വീഡിയോ നിങ്ങൾ കാണുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈനുകൾ കൈയുടെ ഈ വക്കുവശം ഞാൻ ഇങ്ങോട്ട് നീക്കി വരച്ചിരിക്കുന്നത് കാണാനാണ്. ശരിക്കും അതായത് കൈ ഈ രീതിയിലൊക്കെ പിടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കൈ ഈ രീതിയിൽ വക്കുവശം കൊണ്ടുവരുമ്പോഴത്തേക്ക് കൈ ഈ രീതിയിലൊക്കെ വക്കുവശം കൊണ്ടുവരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ കാണാൻ പറ്റുക. ഈ മേളുവശത്ത് കൈ ഇങ്ങനെ ചെരിക്കണം. കൈ ഇങ്ങനെ ചെരിച്ച് കഴിയുമ്പോഴാണ് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവുക കൈയുടെ രീതി. ഇത് കണ്ടോ, കൈ ഇതുപോലെ ചെരിച്ച് നിങ്ങൾ കാണുക, ചെരിച്ച് വെച്ച് നോക്കുക. ആ ഭാഗത്തെ ലൈനുകളാണ് ഞാൻ ഇങ്ങോട്ട് കയറ്റി വരച്ചിരിക്കുന്നത്. ഇതിലെല്ലാ ആളുകൾക്കും ഒരു ലൈനേ കാണൂ. ഇവിടെ ഇത് വളരെയധികം മങ്ങിയായിരിക്കും കാണുക. അതുപോലെ തന്നെ ചില ആളുകൾക്ക് 3, 4, 5 ലൈൻ, 6 ലൈനൊക്കെ ചിലപ്പോൾ ചില ആളുകളുടെ കൈ കാണും. ഇത് 6 കല്യാണം കഴിക്കും, 3 കല്യാണം കഴിക്കും എന്നല്ല ഇതിനർത്ഥം. അതായത് ഒരു ആളുടെ സാധ്യതയാണ്. അതായത് വിവാഹം മാത്രമല്ല, ജീവിതത്തിലായിട്ട് ഇപ്പോൾ ലിവ് ഇൻ ടുഗദർ പോലുള്ള കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റ് കണക്ഷൻസ് ഒക്കെയും ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരം രേഖ ഉണ്ടെന്ന് കരുതി ആളുടെ സ്വഭാവവിഷയമുള്ള ആളോ അല്ല. അതൊക്കെ ചിലപ്പോൾ ഒരു സ്ത്രീകളോട് സംസാരിക്കാത്ത ആളുകളുടെ കയ്യിൽ പോലും ഈ പറയുന്ന രേഖകളെല്ലാം കാണും. കാരണം അയാളുടെ യോഗത്തിലുണ്ടാവും, പക്ഷേ അയാളുടെ ക്യാരക്ടർ കൊണ്ട് അയാൾ മര്യാദക്കാരനായിരിക്കും. അന്ന രീതിയിലാണ് ഇത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി ഒന്നാമത്തെ രേഖ, ഒരു രേഖ ഇങ്ങനെ കാണത്തുള്ളൂ. സാറിന് ആളുകളുടെ കയ്യിൽ ഈ ഒരു രേഖയെ കാണത്തുള്ളൂ പലപ്പോഴും. ഇത്തരം ഒരു രേഖയാണ് കാണുന്നതെങ്കിൽ
ഒരു വിവാഹ ബന്ധം അത് രേഖയുടെ കടുപ്പം വളർച്ചയൊക്കെ വളരെയധികം എങ്ങനെയാണ് സ്ട്രോങ് ആണോ, കലഹം വീട്ടിൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത രീതിയിൽ വഴക്കുണ്ടാവോ, വിവാഹത്തിന് ശേഷം ഭർത്താവ് അന്യദേശത്താണോ ഭാര്യ അന്യദേശത്തൊക്കെ ആണോ എന്നൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് അതിൻ്റെ ഒരു മങ്ങൽ, അതിൻ്റെ ഒരു വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം, അതിൻ്റെ കട്ടിയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ജീവിതം വരിക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അത് ഒരാളുടെ ഭാവി പോലെ ഇരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ ജാതകത്തിൽപ്പെട്ട പോലുള്ള കാര്യങ്ങളും നമ്മുടെ തലവര അനുസരിച്ചാണെങ്കിലും ഇതൊരു സാധ്യത മാത്രമാണ്. കൈരേഖ വിവാഹരേഖ ഇല്ലാത്തവരുടെയും തീർച്ചയായും വിവാഹമൊക്കെ നടക്കാറുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഇതിന് ചില സമയങ്ങളിൽ വിവാഹരേഖയെ ഇങ്ങനെ കണ്ണിച്ചുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ, ഈ ഏതെങ്കിലും വിവാഹരേഖേനെ നടുക്കൂടി മുറിച്ചുകൊണ്ടൊരു ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനർത്ഥമെന്ന് പറയുന്നത് വാക്ക് തർക്കം, വഴക്ക്, പങ്കാളിയുമായിട്ടുള്ള വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ആത്മസംയമനം കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. ഇനി കുറേ അധികം ലൈനുകളുണ്ട് അർത്ഥമാക്കുന്നത് ഏത് സമയത്താണോ ലൈൻ നിൽക്കുന്നത് ആ സമയത്ത് വിവാഹം കഴിക്കുമ്പോൾ മാത്രമേ ആ ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും വരുന്നുള്ളൂ. അതായത് ആ ലൈനുകൾ കുറച്ച് 3 മാസം കഴിയുമ്പോൾ മാഞ്ഞു പോവും. ഞാൻ പറഞ്ഞു നമ്മുടെ കൃത്യമായ അഫർമേഷൻ മൈൻഡിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് ലൈനുകൾ മായ്ച്ച് കളയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് കൃത്യമായി നമ്മൾ ആ ലൈനുകൾ ചേഞ്ച് ചെയ്ത് വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുത്തിയാൽ തന്നെയും അതിൻ്റെതായ സൗഭാഗ്യങ്ങൾ വരും. ഇനി ഈ ഒരു രേഖ ചില ആളുകളുടെ കയ്യിൽ നിന്ന് ചില രേഖകൾ ഇങ്ങനെ കയറിപ്പോകാറുണ്ട്, മേളിലോട്ട് ഇങ്ങനെ അടന്നിട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നതായിട്ട് കാണും. അതെന്ന് പറയുന്നത് മറ്റുള്ള ഇത്, അതായത് വിവാഹത്തിൽ നിന്ന് പങ്കാളി മാറിക്കളയുന്നു, അതായത് വിവാഹം കഴിഞ്ഞ ശേഷം ജീവിതത്തിൽ നിന്ന് മാറുന്നു എന്നുള്ള സിമ്പലുകളൊക്കെ കാണിക്കാനായിട്ടാണ് ഈ ഒരു മാരേജ് ലൈൻ എന്ന് പറയുന്ന ഒരു സാധനം കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വക്വശത്താണ് ഇത് കാണുന്നത്. ഇത് ചിലർക്ക് വളരെ ഭംഗിയായിരിക്കും. അത് ലെൻസും ഒക്കെ വെച്ച് ഒരു പാമിസ്റ്റിൻ്റെ കയ്യിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് അനലൈസ് ചെയ്യാം. പക്ഷെ അവർ ഒരിക്കലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളൊരു സത്യം പറയത്തില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ബുദ്ധിമുട്ടാണ്, കേൾക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ തീർച്ചയായും അതിൽ സത്യം പറയാൻ പോകുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഇങ്ങനെ കാണുന്ന രേഖകളാണ് വിവാഹ രേഖ എന്ന് മാത്രം മനസ്സിലാക്കുക. വിവാഹം നടക്കണമെങ്കിൽ തീർച്ചയായും സാമ്പത്തിക സ്ഥിതി, ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരം, പെരുമാറ്റം തുടങ്ങിയവയെ ആശ്രയിച്ചിരിക്കും. രേഖ മാത്രം കയ്യിലുണ്ടായാൽ പോരാ എന്നുള്ളത് യുക്തിബോധത്തോടു കൂടി ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇനി ഇവിടുന്ന് മേളിൽ നിന്ന് 3 കൊച്ചു രേഖകൾ സാധാരണ മേളിൽ നിന്ന് വരാറുണ്ട്, താഴേക്ക്, ഇവിടുന്ന് മേളിൽ നിന്ന് താഴേക്ക്. അങ്ങനെ വരുന്നതിനാണ് സന്താന രേഖകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു രേഖ ഒരാളുടെ കയ്യിൽ പോലും കാണാൻ സാധിക്കത്തില്ല, അത്ര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വളരെയധികം ചെറുതും ലെൻസ് വെച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതത്ര സ്ട്രോങ് ആയ രേഖ അല്ലായിട്ട് പോലും കുട്ടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ പല ആളുകൾക്കും ഇവിടെ രേഖയുണ്ടെങ്കിലും കുട്ടികൾ ഉണ്ടാവാറുമില്ല. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്ന ഈ മാരേജ് ലൈനിനെ പറ്റിയാണ്. പിന്നെ ഇവിടെ ഈ മാരേജ് ലൈനിന് അടുത്തുകൂടി ഇങ്ങോട്ടൊക്കെ മാരേജ് ലൈൻ ഇറങ്ങാറുണ്ട്. ഈ ബുദ്ധിരേഖയിലൊക്കെ ഒരു മാരേജ് ലൈൻ ഇറങ്ങി നിൽക്കാറുണ്ട് പലപ്പോഴും. അതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ചില നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന ഒരു ലക്ഷണമാണ്. പക്ഷേ നമ്മൾ ആ പ്രായത്തിൽ ഒന്നും വിവാഹം കഴിക്കുന്നില്ലാത്ത ആളാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാറില്ല. സാധാരണ നമ്മൾ ഈ കാണിക്കുന്ന ഈ രേഖയുടെ ടൈമിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഈ രേഖയെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കടന്ന് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത്തരം ചിന്തകളൊന്നും നമ്മൾ വേണ്ട. ഇത് വെറുതെ ഒരു സിമ്പിളായിട്ട് വിവാഹ രേഖ എന്ന് കാണിക്കാൻ മാത്രമായിട്ടുള്ള സാധനമാണ്. ഇത് ചില സമയങ്ങളിൽ മാഞ്ഞു പോകും, ചില സമയങ്ങളിൽ ഇവിടെ കാണത്തില്ല, ചില സമയം വരും പോകും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതാണ് പാമിസ്ട്രിയിൽ അറിയപ്പെടുന്ന മാരേജ് ലൈൻ. ഇത് ഉണ്ടെങ്കിൽ മാരേജ് നടക്കും എന്നല്ല, മാരേജ് നടത്താൻ അനുകൂല സമയം എന്ന് തന്നെയാണ് കാണിക്കണേ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു രേഖയുണ്ട് മാരേജ് തീർച്ചയായിട്ടും പിന്നെ 6 എണ്ണമൊക്കെ കാണുന്നുണ്ട് 6 വിവാഹം കഴിച്ചിരിക്കും എന്നല്ല. അങ്ങനെ ഉണ്ടാവണമെന്നേ ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടുമില്ല. അതാണ് നമ്മുടെ നിയമം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ ഉണ്ടെന്നല്ല, ഈ ഒരു ലൈന് ഉണ്ടതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാരേജ് ഉണ്ട്, ആ മാരേജിനുള്ള യോഗമുണ്ട്, തടസ്സങ്ങൾ നീങ്ങും, വിവാഹം വരും എന്നുള്ളതിന് തന്നെയുള്ള സിമ്പിളാണ് ആ കാണുന്നത്. അപ്പോൾ ഇതാണ് മാരേജ് ലൈനിനെ പറ്റി ഇവിടെ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഈ കാണുന്ന ഭാഗ്യരേഖയാണ്. ഭാഗ്യരേഖ വളരെ നല്ല രീതിയിൽ നിന്ന് ഈ പറഞ്ഞ ലൈനുകളില്ല. ചില ആൾക്ക് 1000 രേഖ പോലും ഇല്ലാത്തവരുണ്ട്, 1000 രേഖ ഇല്ലാത്തവരുണ്ട്. അവർക്ക് ഈ ഭാഗ്യരേഖ മാത്രമേ ഉള്ളെങ്കിൽ അവരുടെ വിവാഹവും ഒക്കെ കഴിഞ്ഞായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ ഇതുപോലെ കൈ കണ്ടപ്പോൾ അയാൾക്ക് 1000 രേഖ കാണുന്നില്ല. 1000 രേഖ ഇത്രയേ ഉള്ളൂ. ആൾ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 30 വയസ്സ് കൊണ്ട് മരിക്കേണ്ട ആൾക്ക് ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, അയാൾക്ക് ഇപ്പം 40 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാം അത് നമ്മൾ പൂർണ്ണമായും അത്ര ഒരു ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ വേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് മാരേജ് ലൈൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിപ്പോൾ മാരേജ് ലൈനിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും വിഷയങ്ങളിലേക്ക് തിരിച്ചു വരാം.
അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ മാരേജ് ലൈൻ എന്താണെന്ന് കണ്ടു. കൈരേഖയിൽ എവിടെയാണ് കൈയുടെ വക്കുവശത്ത് എന്ന് പറഞ്ഞാൽ ഈ വക്കുവശം, ഈ ഒരു വക്കുവശത്ത് ഇങ്ങനെ എടുത്തിട്ടാണ് നോക്കേണ്ടത്. ഇടത് കൈയാണെങ്കിൽ ഇടത് കൈ, വലത് കൈ ആകുമ്പോൾ വലത് കൈ, വക്കുവശം എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും മാരേജ് ലൈൻ. ഞാൻ ഇച്ചിരി കയറ്റി ഇങ്ങോട്ട് വരച്ച് കാണിച്ചത് നമുക്ക് വക്കുവശം പടത്തിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. സൈഡ് ഒരിക്കലും നമുക്ക് പടത്തിൽ കാണിക്കാൻ സാധിക്കത്തില്ല. ഒരു മുൻവശം പുറകുവശം എന്നല്ലാതെ ഒരു വരച്ചിത്രത്തിൽ ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. ഫോട്ടോയിലും നേരെ എടുക്കുന്ന ഫോട്ടോ സൈഡ് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. സൈഡ് വരച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുകയില്ല അത് സൈഡാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പടത്തിൽ അത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെയാണ് നോക്കണ്ടേ, അതായത് ഇങ്ങനെ കാണിക്കില്ല, ഇങ്ങനെ നോക്കണം സ്വന്തം കയ്യിലോട്ട്. വലത് കൈയാണ് ആണുങ്ങൾ, സ്ത്രീകളാണെങ്കിൽ ഇടത് കൈ. ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ കാണാം, അല്ലെങ്കിൽ കാണാം. പലർക്കും ഉണ്ടാവും, ചില ആളുകൾക്ക് ഉണ്ടാവുന്നില്ല. അതിൻ്റെ യുക്തി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അത്ര തീവ്രമായി ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക മാരേജിൽ. അപ്പോൾ ഇപ്പം പഴയ വീഡിയോയിൽ ഞാൻ സംസാരിച്ചു വന്നത് പൂരം നക്ഷത്രം സ്ത്രീകളുടെയും ഉത്രം നക്ഷത്രം സ്ത്രീകളുടെയും പൊതുസ്വഭാവത്തെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച കൂടി ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് വീഡിയോയിലോട്ട് തിരിച്ചു വരുന്നു എന്ന് പറയാൻ കാരണം. ഇന്നിപ്പം അടുത്തായിട്ട് പറയാൻ പോകുന്ന അത്തം നക്ഷത്രത്തെ പറ്റിയാണ്. അത്തം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതുസ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം അത്തം നക്ഷത്രത്തിൻ്റെ പൊതുസ്വഭാവം ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ പോത്ത് എന്ന് പറയുന്നൊരു ജീവി ആയിട്ട് അവർക്ക് നക്ഷത്ര മൃഗം അതാണ്. വളരെയധികം സാധുവായൊരു ജീവിയാണ്. കാണുമ്പോൾ ഒരു ഭീകര രൂപം ഉണ്ടെന്ന് മാത്രമേ വളരെയധികം സാധുവായൊരു ജീവിയാണ് പോത്തെന്ന് പറയുന്ന ജീവി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ വളരെയധികം ഒതുങ്ങി അധികം ആളുകളോട് സംസാരിക്കാതെ ഒരു ജീവിതത്തിലായിരിക്കും അവർ പോവുക. അമിതമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയോ ഒന്നും അവർ ചെയ്യാറില്ല. അവർ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളാണ്. പണിയെടുക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ്. ഏത് ജോലിക്കും പോകും. അതായത് വൈറ്റ് കോളർ ജോബൊന്നും നോക്കാതെ ഏതെങ്കിലുമൊക്കെ ജോലികൾ കിട്ടിയാൽ ആ നിമിഷം തന്നെ അവിടെ പോയി ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, കുടുംബത്തെ നോക്കുക. ഈ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഫാമിലി ലൈഫ് വളരെയധികം ഇഷ്ടമാണ്. ഫാമിലിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന പല നക്ഷത്രക്കാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സങ്കല്പത്തിന് വിരുദ്ധമാണ്. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് വിവാഹം പലരും കഴിക്കണത് തന്നെ. പക്ഷേ ഫാമിലി എന്ന് പറയുന്ന ഒന്ന് വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അത്തംകാർ. പല ആളുകൾക്കും ഫാമിലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ ഫാമിലിയിലേക്ക് പോകാം, എങ്ങനെ അൺമാരീഡായിട്ട് നിൽക്കാം അവസാന കാലം വരെ എന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ മാരേജ് നടത്തണം, ഇനി അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അപ്പം ആ ആളുകളിൽ പെട്ട ആൾക്കാരാണ് ഈ അത്തംകാർ. മനസ്സിലായോ? അത്തം നക്ഷത്രം. അപ്പം അത്തം നക്ഷത്രത്തിന് അങ്ങനെ സ്ത്രീകൾ കൂടുതലും ജോലിക്ക് പോവുക, പുരുഷന്മാരും ജോലിക്ക് പോകുന്ന സ്വഭാവക്കാരാണ്. ഇനി രണ്ടാമത്തെ പാരമ്പര്യമായി സ്വത്ത് ഇവർക്കുണ്ടാകും. ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവർക്ക് സ്വത്ത് കിട്ടും എന്നുള്ളത്. ഇവർ ജോലിക്ക് പോയാലും ഇവർ ജോലിക്ക് പോയില്ലെങ്കിലും ഇവരുടെ കയ്യിൽ വസ്തുവകൾ കാണും. സാമ്പത്തികമായി ഇവർക്ക് ഉയർച്ചയുണ്ടാകും. അതാണ് പ്രത്യേകത. കൂടുതലും വലിയ ആളുകളായിരിക്കും. അതായത് വലിയ ശാരീരിക ക്ഷീണമോ ഒന്നും ഇവർക്ക് കാണുകയില്ല. അത്തം നക്ഷത്രത്തിൽ ഉള്ളവർക്കെല്ലാം ശാരീരികമായി നല്ല ഒരു സ്ട്രോങ് ആയിരിക്കും കൂടുതലായിട്ട്. പിന്നെ ഇവർക്ക് ചില കാലിനെ സംബന്ധിച്ച രോഗങ്ങൾ, കൊളസ്ട്രോൾ മുതലായ ചില രോഗങ്ങൾ മാത്രമേ സാധാരണ ഇതിൽ വരാറുള്ളൂ. അല്ലാതെ മിക്കപ്പോഴും നോക്കുമ്പോഴും ഇവരുടെ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. വീട്ടിലെത്തിയ വീട്ടുപണികൾ ചെയ്യുക, സാധാരണ ആളുകളെപ്പോലുള്ള ജോലികളെല്ലാം ചെയ്യുക. പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ ജോലിയുടെ ഏത് രീതിയിലുള്ള ജോലികളാണെങ്കിലും അവർ ആ ജോലി ചെയ്യുക. ജോലികളിൽ വലിപ്പിച്ചെറുപ്പം നോക്കുന്നില്ല. വലിപ്പിച്ചെറുപ്പം നോക്കാതെ എല്ലാ ജോലികളിലും പോയി ഇടപെട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ്. പക്ഷെ ഇവർ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരുടെ കയ്യിലേക്ക് പൂർവിക സ്വത്ത് എത്തും. ഒന്നുകിൽ ഭർത്താവിൻ്റെ സ്വത്ത്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്വത്ത്. പുരുഷന്മാരാണ് തീർച്ചയായും മാതാപിതാക്കളുടെ സ്വത്ത് ഇവരുടെ കൈവശം. പിന്നെ ഇവരുടെ ആദ്യ കാലഘട്ടം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. ഈ സ്വത്തുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻസൾട്ടും കുത്തുപാക്കും കാര്യങ്ങളൊക്കെ കാരണം ഇവരുടെ ലൈഫ് പോകുന്ന ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. ഒരു 35 വയസ്സിന് ശേഷം, 36, 38 ശേഷം ഇവർക്ക് അല്പം സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങളെല്ലാം ലഭിക്കും. സമൂഹത്തിൻ്റെ അംഗീകാരങ്ങൾ മുൻകാലത്ത് അംഗീകരിക്കാത്തവരൊക്കെ ഇവരെ ഒരു ടൈം കഴിയുമ്പോൾ അംഗീകരിച്ച് തുടങ്ങും. അതുവരെ ഇവർ ഒരു നിയന്ത്രണത്തിലായിരിക്കും. അതായത് ആരുടെയും നിയന്ത്രണത്തിൽ, മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ, ബന്ധുക്കളുടെ നിയന്ത്രണത്തിൽ, ഭാര്യയുടെ നിയന്ത്രണത്തിൽ, അല്ല ഭർത്താവിൻ്റെ നിയന്ത്രണത്തിൽ. ആരാണോ അത്തം നക്ഷത്രക്കാരൻ ആ നക്ഷത്രത്തിലുള്ളത്. പക്ഷേ ഇവർ തന്നെ ഒരു തൻ്റെ ഇടം കാണിക്കുന്ന ടൈം ഒരു 38 വയസ്സിന് ശേഷമാണ്. ഇവരുടേതായ ഒരു സ്ഥിതി, ഒരു സർക്കിൾ ഉണ്ടാക്കി അതിനകത്ത് അവർ നിൽക്കും. മനസ്സിലായോ? അതായത് ആ ഒരു രീതിയിൽ അവർ നിവർന്നു നിന്നിട്ട് അവരുടെ ചില ന്യായങ്ങളും തീരുമാനങ്ങളും ഒക്കെ അവർ നടത്തി വരുത്തും. അത് അവരുടെ ഒരു 38 വയസ്സിന് മുകളിലോട്ട് പോകും. 40 വയസ്സൊക്കെ തൊട്ട് തുടങ്ങുകയാണ്. പിന്നെ അവരുടെ അന്ത്യകാലം വരെ അവർക്ക് സാമ്പത്തികമായി വളരെ സ്റ്റേബിളായിട്ട് അവർ നിൽക്കും. അതിനെ താഴോട്ട് പോകുന്നില്ല, പൂർണ്ണമായും ദാരിദ്ര്യത്തിലേക്ക് അവർ പോകുന്നില്ല. പിന്നെ ഏത് കാര്യവും തുറന്ന് ചോദിക്കാൻ ധൈര്യമുള്ള
നക്ഷത്രമാണ് അത്തം നക്ഷത്രം. എന്ത് കാര്യം ഒരാളുമായിട്ട് വഴക്ക് പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും അവരോട് ചെന്ന് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടാനും അത്തംകാർക്ക് ഒരു മടിയുമില്ല. അതാണ് അവരുടെ രീതി. പിന്നെ ഏതെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയം അവർ അതേപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തി അത് മനസ്സിലാക്കിയെടുക്കും. അതും അവരുടെ രീതിയാണ്. അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് അത്തത്തിൻ്റെ രീതി. ചിലർക്ക് രാഷ്ട്രീയ ഭാവിയായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, ചിലർക്ക് നിയമപരമായ അറിവുകൾ, അതുപോലെ തന്നെ പല പല വിഷയങ്ങളെ പറ്റിയുള്ള അറിവുകൾ ഒക്കെ. പക്ഷേ ഇവർ നേരിട്ട് കാണുമ്പോൾ ഇവർക്ക് ഇത്ര അറിവുണ്ടെന്ന് നമ്മൾ കരുതത്തില്ല. പക്ഷെ അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്രവർത്തനത്തിലും ഈ അറിവുകൾ ഇവർ ഉപയോഗിക്കാറില്ല. ഇതും രണ്ടാമത്തെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അറിവുണ്ട്, അറിവുള്ള ഒരു വ്യക്തിയുടെ യാതൊരു ഭാവവും കാണിക്കുന്നില്ല. ഏത് രീതിയിലുള്ള ജോലികളും ഏത് രീതിയിൽ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ചില സമയങ്ങളിൽ റെസ്പെക്റ്റ് ചെയ്യാറില്ല. ചില സമയങ്ങളിൽ ഇവരുടെ വസ്ത്രധാരണം ചിലപ്പോൾ വളരെയധികം മുഷിഞ്ഞതോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഫാഷനൊക്കെ നോക്കാതെ അല്ലെങ്കിൽ ഒരു നീറ്റായിട്ടുള്ള വസ്ത്രങ്ങളല്ല, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോകുക എന്നൊക്കെ വരുന്ന അങ്ങനൊരു രീതി. മേക്കപ്പോൾ കൂടുതൽ ഒരുങ്ങാനോ ഒന്നും ഒരു ടൈം എടുക്കാറില്ല. അതായത് ഒരു സാധാരണ പോലെ ഉള്ള രീതിയിൽ അങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടുമായിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ പോകുന്ന ആൾ ഇതാണെന്ന് പറയുമ്പോൾ വരുമ്പോഴത്തേക്കും ആരോ ഒരാൾ കയറി വരുന്നു, എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനാ ഇന്ന ആളെന്ന് പറയുമ്പോഴാണ് ആൾക്കാർ ഞെട്ടുക. ആ ഒരവസ്ഥ അത്തംകാർ വരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ലളിതമായ വളരെയധികം കൂടുതൽ സമൂഹത്തിൻ്റെ വലിയ ഉന്നതികളൊന്നും ആഗ്രഹിക്കാത്ത, എന്നാൽ എല്ലാ ഉന്നതികളായ കാര്യങ്ങൾ ഇവരെ ആകർഷിച്ച് ഇവരെ തേടി വരുന്നതുമായ നക്ഷത്രം ഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അത്തം. ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം കയറി വരും. പക്ഷേ കുട്ടികളെ പറ്റി ചിന്തിച്ച് ഇവർ ചിലപ്പോൾ അല്പം ദുഃഖിക്കാറുണ്ട്, സ്വന്തം കുട്ടികൾ. അപ്പോൾ മിക്ക ആളുകൾക്കും ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് മൂത്ത കുട്ടി പുരുഷന്മാരും ചില ആളുകൾക്ക് മൂത്ത കുട്ടി സ്ത്രീയും ഒക്കെ ആയിട്ടാണ് ജനിക്കുക. അപ്പോൾ രണ്ടു പേരും ഉണ്ടാവും. ഇതിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ, കുട്ടികളുടെ പെരുമാറ്റം, ഇത് ഇവർക്കൊരു പ്രശ്നമാണ്. അതായത് സങ്കടം വരുത്തുന്ന ചില അനുഭവങ്ങൾ ഇവർക്കുണ്ടാവാറുണ്ട്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല, ചില പെരുമാറ്റങ്ങൾ, കുട്ടികളിലുണ്ടാകുന്ന മറവി. ഇപ്പം അത് കൂടുതലും ആൺകുട്ടികളുള്ള അത്തം നക്ഷത്രത്തിൽ ആർക്കാണ് ആൺകുട്ടി ഉള്ളത്, ആ ആൺകുട്ടി ചിലപ്പോൾ മാതാപിതാക്കളുടെ ആണ് അത്തം, മാതാവോ പിതാവോ ആയിരിക്കും അത്തം. മക്കളിൽ ആൺകുട്ടിയായ കുട്ടി ചില സമയങ്ങളിൽ ഇപ്പം ക്ലാസ്സിലൊക്കെ ഫീസ് കൊടുക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പണം ചിലപ്പോൾ നഷ്ടപ്പെടുത്തുക, കാണാതെ പോയെന്ന് പറയുക, ഇങ്ങനെ കെയർലെസ് ആയിട്ട് നോക്കുക, മൊബൈൽ ഫോൺ കാണാതെ പോയെന്ന് പറയുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പേരൻസ് ഷോക്ക് ആവാറുണ്ട്. ചിലപ്പം വില പിടിപ്പുള്ള സാധനം എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് വീട്ടിൽ വരിക. അങ്ങനെ ചില പ്രവർത്തികളൊക്കെ അത്തംകാരുടെ മക്കൾ കാണിക്കാറുണ്ട്. അത് ഈ ഒരു നാടിന് മാത്രമായി ചില സമയങ്ങളിൽ സംഭവിക്കുന്ന ഒരു മിറാക്കിൾ പോലെ, അതൊരു കോയിൻസിഡൻസ് പോലെ നടക്കുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിൽ അങ്ങനെയുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ട് ചില ഇൻസിഡൻറ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതാണ്. അപ്പം ആ രീതിയിൽ എന്തെങ്കിലും മറന്നു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ അത്തംകാർ പെട്ടെന്ന് ഷോക്കാവാറുണ്ട്. എൻ്റെ കുട്ടികളെന്ത് ഇങ്ങനെ പെരുമാറുന്നത് പെട്ടെന്ന് സങ്കടം ഉണ്ടാക്കും. അപ്പം പക്ഷെ അവരുടെ ഭാവിയിൽ നല്ല നിലയിലെത്തും. പക്ഷെ ഇവർക്ക് ജീവിതത്തിൽ ടെൻഷനാണ്. ഈ രീതിയിൽ ഇവൻ പോയാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവിടെ മുന്നോട്ട് പോയാൽ ഇവരുടെ ഭാവി എന്താകും, ഈ രീതി ചിന്തിച്ച് അത്തത്തിലുള്ള പുരുഷനും സ്ത്രീയും ടെൻഷൻ എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ പറയുന്നത് സ്ത്രീകളുടെ പൊതുസ്വഭാവമാണ്, പക്ഷേ ഏറെക്കുറെ സമമാണ്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ചിത്ര നക്ഷത്രത്തെ പറ്റിയാണ്. ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചിത്ര നക്ഷത്രത്തെ പറ്റി സംസാരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ പൊതുസ്വഭാവത്തെ പറ്റിയായിരുന്നു. പുരുഷന്മാരുടെ പൊതുസ്വഭാവത്തെ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും അവർക്ക് ജ്യോതിഷം പോലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പല കാര്യങ്ങളിലും ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് ചില കാര്യങ്ങൾ, ചില ട്രിക്കുകൾ ചെയ്തിട്ടാണ് ഇവർ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. ഗുണപരമായ ചില കള്ളങ്ങളൊക്കെ ഇവർ പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ സമയം കണ്ടെത്താറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്ത്രീകളിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഓപ്പൺ മൈൻഡാണ്. അതാണ് പ്രത്യേകത, ഓപ്പൺ മൈൻഡ്. അതായത് തമാശ, നർമ്മം, അതായത് ബോയ്സിനോടും ഗേൾസിനോടും ഒരുപോലെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ആളുകളാണ് ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. വലിപ്പച്ചെറുപ്പം നോക്കാറില്ല. ആ രീതിയിൽ ഒരു ഫുൾ ജോളിയായിട്ട് ഇടപെടുന്ന രീതിയിലുള്ള സ്വഭാവമാണ് ഏറിയ പങ്ക് 90% ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ, 90% ആളുകൾ ആ രീതിയിൽ ഇടപെടുന്ന ആളുകൾ. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പ്ലാസ്റ്റിക് നിർമ്മിച്ച കമ്മലുകൾ, മാല തുടങ്ങിയ വസ്തുക്കളോട് ഇവർക്ക് കൂടുതൽ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകളോട് ഇവർക്ക് ആഗ്രഹമുണ്ട്.
ചില സമയങ്ങളിൽ മറ്റ് ആളുകളുടെ സമ്മർദ്ദം, പേരൻസിൻ്റെയോ ഒക്കെ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് അത്തരം ഡ്രസ്സുകൾ ചിലപ്പോൾ ഇടാൻ സാധിക്കുന്നുമില്ല, ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് അത്തരം കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ. ഇവർ സ്വർണത്തെ ഇഷ്ടപ്പെടുന്നില്ല. സ്വർണ്ണ ആഭരണങ്ങളെയോ ലോഹങ്ങൾ, സ്വർണം എന്ന് പറയുന്ന സാധനത്തോട്ട് കൂടുതൽ ഇവർക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ സ്വർണം കാണും, പാരമ്പര്യ സ്വത്തായിട്ട് കാണും, പക്ഷെ അതവർ ഇടാൻ ഇഷ്ടപ്പെടത്തില്ല. അവർക്കത് ഇടുന്നത് ഇപ്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. പക്ഷേ ഇവർ മറ്റെന്തെങ്കിലും, ഇപ്പം വെള്ളി കൊണ്ട് സ്വർണത്തിന് കളർ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം വെള്ളിയിലാണെങ്കിൽ അതിപ്പം ഒരു പൂശിയ ഒരു റോൾഡ് ഗോൾഡ് പോലുള്ള സാധനങ്ങളോ അതും ഉപയോഗിക്കുന്നില്ല. മഞ്ഞ നിറമല്ലാത്ത മറ്റേതെങ്കിലും കളറിലുള്ള ആഭരണം, ആ കളറിലാണ് അവർ ഇടുക. വെള്ളി കളറോ മറ്റ് ബ്രൗൺ കളറുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കൂടി പച്ച കളറുകളുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വലിയ താല്പര്യമാണ്. അങ്ങനെയുള്ള കൂടുതൽ വസ്തുക്കളൊക്കെ ഇടുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതുപോലെ തന്നെ എല്ലാ ആളുകളോടും ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ ഫ്രണ്ട്സിനെയൊക്കെ ഓർത്ത് വെക്കുക, അവരോട് വീണ്ടും അവരോടുള്ള ഇത് ചങ്ങാത്തം, അത് ഇടയ്ക്കൊരു മീറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അത്തരമുള്ള കാര്യങ്ങളല്ല ഇവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കുടുംബസമേതം പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കൂടുതൽ ഇവർ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കൂടുതലും ഫാമിലി ആയിട്ട് തന്നെ അടുത്ത ഫാമിലിയിൽ ചെന്ന് സംസാരിച്ച ഒരു ഫാമിലി ഫ്രണ്ട് ആവാൻ വളരെ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. ഫാമിലി ഫ്രണ്ട്സ്, കൂടുതലും ഫാമിലി ഫ്രണ്ട്സായിട്ട് ഒത്തൊരുമിക്കുന്ന ഫാമിലീസിലുള്ള ആളുകൾ മിക്ക ആൾക്കാരും ചിത്രീപ്പെട്ട ആൾക്കാരായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ അവർക്ക് വലിയ താല്പര്യമാണ് ഒരു രീതിയിൽ ഇങ്ങനെ ചിത്രയിലുള്ള ആളുകളെല്ലാം ഒരു ഫ്രണ്ട്സായിട്ട് അവർ ടൂറ്, ഫുൾ ഒരു ഫാമിലി ടൂർ കംപ്ലീറ്റ് 2-3 ഫാമിലി അടങ്ങുന്ന ടൂറുകളും മാസത്തെ ഒരു 4-5 ട്രിപ്പുകളും ഒക്കെ ചെയ്യുക. അങ്ങനെയുള്ള അടിച്ചു പൊളിച്ച് അങ്ങനെ രീതി, ആ അടിച്ചു പൊളിക്കുന്ന രീതി ഏറ്റവും വലിയതായിട്ട് ഇഷ്ടമുള്ള ആളുകളാണ് ചിത്രയപ്പെട്ടത്. ഇപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വളരെയധികം ഒരേ രീതിയിലുള്ള സ്വഭാവമായിരിക്കും വരുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ചോദ്യ നക്ഷത്രത്തിലുള്ള സ്ത്രീകളുടെ പൊതു സ്വഭാവമാണ്. ചോദ്യ നക്ഷത്രം, പണത്തിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചു. ചോദ്യയിലുള്ള ആളുടെ എല്ലാ നോട്ടവും ഏറ്റവും ഫൈനൽ, എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ പോകുന്ന പണത്തിലേക്കായിരിക്കും. ഞാൻ പറഞ്ഞ എല്ലാ ആളുകൾക്കും വേണ്ട ഒരു മനസ്സതാണ്, എങ്കിലേ ഭൂമിയിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം അതിലേറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നക്ഷത്രമാണ് ചോദ്യം. എന്ത് കാര്യം വന്നാലും അതിൻ്റെ ഫൈനൽ പോകുന്നത് പണത്തിൻ്റെ ലാഭത്തിലേക്ക് തന്നെയായിരിക്കും. ഏതൊരു കാര്യം, ഏതൊരു ചെറിയ കാര്യമോ വലിയ കാര്യമായിക്കോട്ടെ, സംസാരിക്കുന്ന വാക്കുകളായിക്കോട്ടെ, അതിൻ്റെ അവസാനം നിർത്തുന്ന പണവുമായി ബന്ധിപ്പിച്ചിട്ട് പണം അതിൽ നിന്നുകൂടെ എങ്ങനെ നേടാം, അല്ലെ അത് നേടുക, ആ ഒരു കാര്യം സേവനം ചെയ്തിട്ട് ആ പണം നേടുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ചോദിക്കാതെ എല്ലാം നേടും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദ്യയിലുള്ള സ്ത്രീകൾ കൂടുതലും പണത്തിന് മുൻതൂക്കം കൊടുക്കാറുണ്ട്. പണം, അതുകൊണ്ട് തന്നെ നല്ല വിദ്യാഭ്യാസം നേടാൻ ഇവർ ശ്രമിക്കാറുണ്ട്, ഉയർന്ന പോസ്റ്റുകളിലെത്താൻ ഇവർ ശ്രമിക്കാറുണ്ട്. കാരണം കൂടുതൽ പണത്തിനെ ആകർഷിക്കുകയാണ്. കൂടുതൽ പണം കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം എടുക്കണം, നല്ല ഉയർന്ന നിലയിലെത്തണം എന്നുള്ള ചിന്ത വെച്ച് തന്നെ നല്ല നിലയിലേക്ക് എത്താനുള്ള ശ്രമം മുഴുവൻ ജീവിതത്തിൽ ശ്രമിച്ച് വിജയിക്കുന്ന ആളുകളാണ് ചോദ്യ നക്ഷത്രത്തിൽ ഉള്ളവരുടെ കയ്യിൽ പണം എപ്പോഴും കാണും. ഏത് അവസ്ഥയിലാണേലും അവർക്ക് പണം കാണും. പക്ഷെ അവർക്ക് ദോഷമുള്ള കുറച്ച് സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് പണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സമയമുണ്ട്. പണം വരും, നഷ്ടപ്പെട്ട പണം തിരിച്ചു വരുന്ന ആളുകളാണ് ചോദ്യം. സാധാരണ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് പണം ഒരിക്കൽ പോയാലോ, ബിസിനസ്സിൽ പാളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ കഷ്ടതയിലേക്ക് മാത്രമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചോദ്യ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും അവരിലേക്ക് പണം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. പണത്തിനെ ഏറ്റവും കൂടുതലായിട്ട് നന്നായി ആകർഷിക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മാത്രമായ ഒരു ഏരിയ ഉണ്ട്. പിന്നെ പണം സൂക്ഷിക്കുന്ന ഏരിയ ആയിക്കോട്ടെ, ഇവരുടെ എന്തെങ്കിലും പ്രധാന വസ്തുക്കൾ സൂക്ഷിക്കുന്ന, വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് ഇവർ കൈ കടത്താൻ ആരെയും സമ്മതിക്കില്ല. ആരാണേലും, മാതാപിതാക്കളായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരാണെങ്കിലും കുടുംബത്തിൽ ആരാണേലും ഇവർ ഒരു വിധത്തിലും ആ ഏരിയയിലേക്ക് കൈ കടത്താൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇവരുടെ ജീവിതത്തിൽ അവർ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഒരു പേഴ്സണൽ, ഇപ്പോൾ ഒരു ഐ ഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേഴ്സണൽ ഫോൺ ബുക്ക് ആയിക്കോട്ടെ, പേഴ്സണൽ ഡയറി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യം മറ്റൊരാളുടെ അടുത്ത് പരിശോധിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. ഇതവർ വെട്ടി തുറന്ന് പറയും, അത് എടുക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ ആളുകളോടും എന്തും വെട്ടി തുറന്ന് പറയാനുള്ള ധൈര്യം ചോദ്യക്കാർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് യാത്ര ചെയ്യാനുള്ള ധൈര്യം കൂടുതൽ ഇവർക്കുണ്ട്. ഒരുപാട് യാത്രകൾ ഇവർക്ക് ഇഷ്ടമാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും തന്നെ കയറി എവിടെ വേണമെങ്കിലും അവർ പൊക്കോളും. കാരണം വെച്ചാൽ അവർ പ്രത്യേകിച്ച് കൂട്ടത്തിന് ആൾ വേണമെന്നോ അത്രയും ഒരു പേടികളൊന്നും അവർക്കില്ല. പേടി അധികം ഇല്ലാത്ത നക്ഷത്രത്തിൽപ്പെട്ടതാണ് ചോദ്യ നക്ഷത്രം. ധൈര്യമാണ് ഇവരുടെ ഏറ്റവും മുഖമുദ്രയെടുത്തത്. ചില നക്ഷത്രക്കാർക്ക് വളരെ ശൂരവീര പരാക്രമിയാണ് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ അല്പം പേടി സൂക്ഷിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. അല്പം ഒരു ചെറിയ ഭയം, ആരോടും പറയാത്ത ചില ഭയങ്ങൾ. പക്ഷേ ചോദ്യം ഇങ്ങനെ പേടിക്കുന്നില്ല.
ചില കാര്യങ്ങളിൽ അവർക്ക് അപ്രതീക്ഷിത ഭയമുണ്ട്. ചില പെട്ടെന്നുള്ള ഒരു കാര്യത്തിൽ ഇവർ ഭയക്കും. പക്ഷെ അവർക്ക് അധികം ഉൾപ്പീടികൾ അനുഭവപ്പെടാറില്ല. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു വിചാരിക്കാത്ത ഒരാൾ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു ബഹളം ഉണ്ടാകുന്ന സ്ഥലത്ത് അവർ ചിലപ്പോൾ പേടിക്കും. പെട്ടെന്നൊരു വാക്കുകാർക്ക് ഉണ്ടാകുമ്പോൾ പേടിക്കും. പക്ഷേ സാധാരണ ആളുകൾ ചില സമയങ്ങളിൽ ജീവിതത്തിൽ വരുന്ന സകല സന്ദർഭത്തെയും ചുമ്മാ ഇരുന്ന് പേടിക്കുന്ന സ്വഭാവം, ആ ഒരു പേടി ചോദിക്ക് വരാറില്ല. പിന്നെ ലഹരി തരുന്ന ചില വസ്തുക്കളോടൊക്കെ ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ, അതുപോലെ ജീവിതത്തിലെ ചില സൗഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ അമിതമായ ഫ്രണ്ട്ഷിപ്പ് കാരണം ഇവർക്ക് വരുന്ന ചില ചതികൾ, നഷ്ടങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ചില സമയം സംഭവിക്കാറുണ്ട്. ഇതാണ് ചോദ്യയുടെ പൊതു സ്വഭാവം എന്ന് ഞാൻ ഇവിടെ പറയും. അപ്പം അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീകളുടെ പൊതു സ്വഭാവമാണ്. പുരുഷന്മാരുടെ പൊതു സ്വഭാവം ഞാൻ പറഞ്ഞിരുന്നു. രഹസ്യങ്ങൾ കൂടുതലായിട്ട് ഉള്ളിൽ വെക്കാൻ ഒരു പവർ ഈ വിശാഖ നക്ഷത്രത്തിന് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്വന്തം രഹസ്യവും സ്വന്തം വീട്ടിലെ കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും മന്യരോട് പറയുന്ന ഒരു സ്വഭാവം വിശാഖത്തിലുണ്ടെന്ന് പറഞ്ഞത് ഇതുവരെ വലിയ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നു ഞാൻ പറഞ്ഞത്. ഇത് കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ കൂടുതലും അധ്യാപകരാകാൻ, ഡോക്ടർമാരാകാൻ, നിയമപാലകരാകാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർക്ക് വളരെയധികം കഴിവുണ്ട്. കൂടുതലും നിയമപാലകരായ ആളുകളായിരിക്കും, അഡ്വക്കേറ്റ് പോലുള്ള ആളുകളായിരിക്കും വിശാഖത്തിൽപ്പെട്ട ആൾക്കാരല്ല. വിശാഖത്തിൻ്റെ ഒരു നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം എന്ന് പറയുന്നത് ഏറ്റവും പരാക്രമശാലിയായ ഒരു ജീവിയാണ്. കാട്ടിലെ ഏറ്റവും ശക്തനല്ലെങ്കിലും ഏറ്റവും ഒരു ലയൺ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. സിംഹത്തിൻ്റെ മനസ്സ് എന്തും ചെയ്യാനുള്ള ഒരു ഇത്. പക്ഷേ അതുവരെ സിംഹം പതുങ്ങിയിരിക്കും. ഒരു 5 സെക്കൻഡുള്ളിൽ സിംഹം കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന പോലെ തന്നെ ആ പതുങ്ങിയിരിക്കുന്നതിന് രോഷാകുലമായി പുറത്തു ചാടാൻ കഴിവുള്ള ഒരു സിംഹത്തിൻ്റെ കാറ്റഗറിയിലുള്ള ആളുകളാണ് വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീയും പുരുഷൻ. ഇതിൽ പുരുഷന്മാർക്ക് ഞാൻ പറഞ്ഞു ബാങ്ക് ജോലി, കണക്ക് മുതലായ ജോലികൾ, നിയമം, ഈ പറയുന്ന ജോലി ഇവർ എപ്പോഴേലും ഇവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കും. വിശാഖ 4-ലുള്ളവർക്കാണ് സെലിബ്രിറ്റി ലെവലിൽ ഉയരാൻ കഴിവുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1, 2, 3-ലുള്ളവർ മിക്കപ്പോഴും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, നിയമപാലകരിലോട്ടേ പോകത്തുള്ളൂ. സെലിബ്രിറ്റി ലെവലിലോട്ട് വരുന്നത് വിശാഖ 4-ലുള്ള ആളുകളാണ്. വിശാഖ 4-ലുള്ളവരാണ് തീർച്ചയായും രേവതിയുമായിട്ട് പൊരുത്തമുള്ള വിശാഖക്കാർ. ബാക്കിയുള്ള മിക്ക വിശാഖക്കാരുമായിട്ടും രേവതിക്ക് പൊരുത്തവുമില്ല. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വിശാഖവും തിരുവാതിരയും തമ്മിൽ എല്ലാ നക്ഷത്രത്തിനും പൊരുത്തമുണ്ട്. അതായത് എല്ലാ പാദത്തിലും 1, 2, 3, 4-ത്തിനുമൊക്കെ നല്ല പൊരുത്തമുണ്ട്. ചോദ്യമായിട്ടും വിശാഖത്തിന് പൊരുത്തമുണ്ട്. വിശാഖത്തിന് പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ് പൂരാടം. പൂരാടമായിട്ട് പൊരുത്തമേ ഇല്ല. വാക്കുകർക്കം, വഴക്ക്, ഇതല്ലാതെ ഒന്നും നോക്കണ്ട. പിന്നെ നന്നായി ഇടപെടാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് വിശാഖം. മുന്നേ നിൽക്കുന്ന ആളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തൽക്കാലത്തേക്കൊന്ന് സന്തോഷിപ്പിച്ച് നിർത്താനും കൂടുതൽ സംസാരിക്കാനും അങ്ങനെ ആളുകളുടെ നക്ഷത്രപാദങ്ങളോ പൊരുത്തങ്ങളോ, അത് ഈ പൊരുത്തം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആളുകൾക്ക് മാത്രമാണ് കേട്ടോ. മുന്നിൽ വരുന്ന ആളെ കാണുമ്പോൾ ഇറിറ്റേഷൻ കയറി ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആൾക്ക് പൊരുത്തമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുത്തോണം. അല്ലെ എല്ലാവർക്കും ജോഷ്യം പഠിച്ചിട്ടല്ല മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്, അതും മനസ്സിലാക്കുക. വിശാഖത്തിന് പിടിക്കാത്ത ഒരാള നക്ഷത്രത്തിൽപ്പെട്ട ഒരാളാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും കാര്യങ്ങൾ സംസാരിക്കേണ്ട സമയത്ത് ഇവർ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പൂർണ്ണമായും പൂരാടത്തിൽപ്പെട്ട ആളെ ഇവർക്ക് മാനസികമായി ഇഷ്ടമില്ല. ഇനി അശ്വതിയിൽപ്പെട്ട ഒരാളാണ് വിശാഖത്തിന് മുന്നിലോട്ട് ചെന്ന് പെടുന്നതെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. ആർക്കൊക്കെ ഇഷ്ടം ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ അശ്വതിയിൽപ്പെട്ട ആൾക്ക് വിശാഖത്തിന് ഇഷ്ടം ഉണ്ടാവില്ല, വിശാഖത്തിൽപ്പെട്ട ആൾക്ക് അശ്വതിയെ തീരെ ഇഷ്ടം ഉണ്ടാവില്ല. ഇതും മനസ്സിലാക്കുക. പക്ഷെ സംസാരിക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ ഇവരുടെ സംസാര വർത്തമാനമൊക്കെ കാണുന്ന കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര കൂട്ടാണ്. ഒന്നുമല്ല, പൊരുത്തമില്ലാത്ത ആളുകൾ തമ്മിൽ പൊരുത്തമില്ല. പൂരാടമായിട്ടും അശ്വതിയായിട്ടും പൊരുത്തമില്ല. വിശാഖം 4-ാം ഭാഗത്ത് വരുന്ന ആളുകൾ മാത്രം രേവതിയായിട്ട് പൊരുത്തമുണ്ട്. ബാക്കി വിശാഖക്കാർ 1, 2, 3 രേവതിയായിട്ട് പൊരുത്തമില്ല. ഇനി വിശാഖം തിരുവാതിരയാണെങ്കിൽ ഏത് പാദമാണെങ്കിലും വിഷയമില്ല, അവർ തമ്മിൽ നല്ല പൊരുത്തമാണ്. വിശാഖം ചോദ്യം തമ്മിൽ നല്ല പൊരുത്തമാണ്. ഒപ്പം ചതയുമായിട്ട് വിശാഖത്തിന് നല്ല പൊരുത്തമുണ്ട്. തൃക്കേട്ടയുമായിട്ടും പൊരുത്തമുണ്ട്, പക്ഷേ പൊരുത്തമില്ല. ശരിക്കും അഡ്ജസ്റ്റ്മെൻ്റാണ്. തൃക്കേട്ടയായിട്ടും പൊരുത്തം കുറവാണ്. ഇതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ നക്ഷത്രം വിശാഖത്തിൻ്റെ ഒരു പൊതുസ്വഭാവത്തെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നക്ഷത്രത്തിൻ്റെ ബാക്കിയുള്ള അനലൈസിങ് അടുത്ത വീഡിയോയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു വന്ന ABCD ഇസഡ് പോലെയുള്ള ലെറ്ററുകളിൽ ആ ലെറ്ററുകൾ ആദ്യം വരുന്ന ആളുകളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിരുന്നു. അതനുസരിച്ച് ആളുകൾക്ക് വരുന്ന മാറ്റം, ക്യാരക്ടറിൽ വരുന്ന മാറ്റത്തെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യുവിൽ വരെ തുടങ്ങുന്ന ആളുകളുടെ സ്വഭാവം. അപ്പോൾ അടുത്തായിട്ട് V എന്ന് പറയുന്ന ലെറ്റർ തുടങ്ങുന്ന ആളുകൾക്കാണ്. വി എന്ന അതിപ്പം വിനീത്, വിനയ് തുടങ്ങിയതും വേണു മുതലായ കാര്യങ്ങളും ഒക്കെ വരുന്നതെല്ലാം V ലെറ്ററാണ് ഇംഗ്ലീഷ്. അപ്പോൾ V എന്ന് പറയുന്ന ആളുകൾ
വളരെയധികം സൈലൻ്റായ ആളുകളായിരിക്കും. കൂടുതൽ സംസാരിക്കുന്ന ആളുകളല്ല. അവർക്ക് ഒതുങ്ങിയിരിക്കുക. അവർ അത്യാവശ്യം വരുമ്പോൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇനി അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം നർമ്മബോധമുണ്ട്. തമാശയൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ഹ്യൂമറൊക്കെ കേട്ട് അവർ പൊട്ടിച്ചിരിക്കും. പക്ഷേ അവർ കൂടുതലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. കൂടുതൽ ആളുകൾ പറയുന്നത് അവർ കേട്ടിരുന്നിട്ട് ഒരു തീരുമാനം ഫൈനലി പറയും. അല്ലാതെ പറയുന്നതിന് ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളല്ല വി ലെറ്ററിൽ പേര് തുടങ്ങിയുള്ള ആളുകളുടെ സ്വഭാവം. അപ്പോൾ വിയിൽ തുടങ്ങുന്ന ആളുകളുടെ അവസാനം അവർ കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് പുസ്തക വായന അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടും വളരെ ശാന്തമായ അധികം ഫ്രണ്ട്സൊന്നുമില്ലാത്ത ഒരു സർക്കിളിൽ നിന്നിട്ട് അവരുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ നടത്താനുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് വി ലെറ്ററിലുള്ള ആളുകൾ. ഇനി വയറ് സംബന്ധമായ ചില പ്രയാസങ്ങൾ എപ്പോഴും വി എന്ന് പറഞ്ഞ ലെറ്ററിൽ തുടങ്ങുന്ന ആളുകൾക്ക് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇനി അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിലുള്ള ആളുകളോട് ചെറിയൊരു ഭയം വി ലെറ്ററിൽ തുടങ്ങുന്ന ആളുകൾക്ക് ഉണ്ട്. ചെറിയ ആളുകൾ സ്പോർട്സ് മേഖലയിലുള്ളവരാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്പോർട്സ് മേഖലയിലുള്ള ആൾ, ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ആളായിക്കോട്ടെ, ക്രിക്കറ്റ് കളിക്കുന്ന ആളായിക്കോട്ടെ, വെറുതെ ജിമ്മിൽ പോകുന്ന ആളായിക്കോട്ടെ, ഏതൊരു സ്പോർട്സ് പേഴ്സണെ കണ്ടാലും ഒരു കൊച്ചു ഒരു കാരണമില്ലാത്തൊരു ഭയം അനുഭവപ്പെടാൻ വി ലെറ്ററിൽ പേര് തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ അവർക്ക് പെട്ടെന്നൊരു എടുത്ത് കുലുക്കുന്ന ഒരു അനുഭവം വരുന്നുണ്ട്. പക്ഷെ അവരോട് പിണക്കമൊന്നുമില്ല. അവരുടെ പ്രോഗ്രാമൊക്കെ ആസ്വദിക്കും. നെഗറ്റീവ് കമൻ്റ് ഒന്നും പറയുന്നില്ലെങ്കിലും സ്പോർട്സ് ഫീൽഡുമായിട്ട് ചെറിയൊരു പുറകോട്ട്. കാരണം അത് വായനയും എഴുത്തും സാഹിത്യവുമായിട്ടുള്ള ബന്ധത്തോട് ഇവർക്ക് കൂടുതലായി അറ്റാച്ച്മെൻറ്റ് കിടക്കുന്നതുകൊണ്ടാണ് സ്പോർട്സ് മേഖല അതുപോലെ നൃത്തം തുടങ്ങിയ കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ ഇവർക്ക് എടുക്കുന്നത്. കാരണം ഇവരുടെ ഒരു മനസ്സിൻ്റെ സ്ഥിതി അതല്ല, സൈലൻ്റായി. മറ്റേതെല്ലാം വലിയ ബഹളങ്ങളിലേക്കും ഓഡിയൻസിൻ്റെ ഇടയിലേക്കും പോകുന്ന കാര്യങ്ങളാകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇവർക്ക് അധികം താല്പര്യക്കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യങ്ങളിൽ ഇവർ വളരെയധികം ടെൻഷനാകാറുണ്ട് ചില സമയം. അപ്പം ഒരു 10-20 പേര് ഇരിക്കുന്നൊരു ഭാഗത്താണെങ്കിൽ അവരിങ്ങനെ ചില സമയം ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വികൃതി ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം മുഖം ഇങ്ങനെ തലോടുന്ന കാണുമ്പം അതൊരു ലക്ഷണമാണ്. അത് ഞാൻ ഇവിടെ പറയാം. ഈ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ തലോടും ചിലർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. സ്വന്തം കൈകൊണ്ട്, വലത് കൈ കൊണ്ട് മുഖത്ത് ഇങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ ഓർത്തോണം ആളല്പം ടെൻഷനിലാണ്. അതിനുള്ള സിഗ്നലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി അറിയാതെ വെറുതെ ഇങ്ങനെ കഴുത്തല്ല കേട്ടോ, വേർക്കുമ്പോൾ ഈ കഴുത്തൊപ്പൊന്നും അല്ല, വെറുതെ ഈ മുഖത്ത് ഇങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഓർത്തോണം ആലോചനയിലാണ്, ടെൻഷനിലാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് വി ലെറ്ററിലുള്ളവരാണ്. ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ലെവലിൽ ഒരാൾ, ഇപ്പം വി ലെറ്ററിലുള്ള ഒരാളുണ്ട്, അയാൾ ഒരു അവാർഡ് ഷോയിൽ ഇരിക്കുകയാണെന്ന് കരുതുക. ആ വ്യക്തിയുടെ വലത് കൈ എപ്പോഴും മുഖത്തായിരിക്കും, ഇങ്ങനെ പൊത്തിപ്പിടിക്കും, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത് ടെൻഷനിലാകാൻ അവർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതി. കാരണം അവർക്ക് സൈലൻ്റായ അന്തരീക്ഷം വേണം. അവർക്ക് ഇൻട്രോവേർട്ടായിട്ട് അവർ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതലും. അവർ എക്സ്ട്രോവേർട്ടിനെ പോലെ പെരുമാറുമെങ്കിലും അവർ ഇൻട്രോവേർട്ടാണ്. അതായത് അന്തർമുഖനായിട്ട് ഇരിക്കുന്ന ആളുകൾ ബഹിർമുഖത്വം കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്പം താല്പര്യക്കുറവുണ്ട്. പക്ഷേ അവരെല്ലാ കലാപര കാര്യത്തിലൊക്കെ ഇടപെടും. വരാൻ വലിയ പേടിയോ മടിയൊന്നുമില്ല. പക്ഷെ അവർക്ക് ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോഴും എടുക്കാറുണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവർക്ക് കണക്ക് പിടിക്കാൻ നല്ല കഴിവുണ്ടാവും. കണക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്സ് നന്നായിട്ട് പഠിക്കാനുള്ള ബുദ്ധിയുള്ള ആളുകളാണ് ബി ലെറ്ററിൽ ഉള്ള ആൾക്കാർ. പിന്നെ ഈ ഡബ്ല്യു പോലുള്ള ലെറ്ററുകളിലൊന്നും ആളുകൾക്ക് അധികം പേരുകൾ ഇടാറില്ല. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കി വിടാം. എക്സ്, വൈ, പിന്നെ വൈ ആണ് വരുന്നത്. എക്സിലും അധികം ആളുകൾക്ക് പേരില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പേരുള്ളൂ. ഇപ്പം നമുക്കിപ്പം മലയാളികളുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. ഇംഗ്ലീഷുകാരുടെ പേര് അതിൽ ഇപ്പം ചേരുവരുന്ന കുറേ ലെറ്ററിലൊക്കെ ചില പേരുകളൊക്കെ കാണാം. നമ്മുടെ നാട്ടിലെങ്കിലും വിളിക്കാത്ത കുറേ പേരുകൾ അവർക്കുണ്ട്. അത് നമുക്ക് വിടാം. കാരണം അത് നമുക്ക് ആവശ്യമില്ല. ഡബ്ല്യുവിലുള്ള പേരും വിദേശത്തുണ്ട്, അത് നമ്മൾ കൂട്ടണ്ട. അതുപോലെ തന്നെ അടുത്തായിട്ട് എക്സ്, പിന്നെ വൈയിലാണ്. ഇഫിഡിൽ പേര് വളരെ കുറവാണ്, ഒരു പേരേ വരത്തുള്ളൂ. മിക്കപ്പോഴും സക്കറിയ എന്ന് പറയുന്നൊരു പേര് മാത്രമേ കാണത്തുള്ളൂ പലപ്പോഴും ഇഫിഡിൽ. വേറെ പേരുകൾ മിക്കത് എഫിലോ സിയിലോ തുടങ്ങത്തുള്ളൂ. ഇപ്പം പക്ഷേ സക്കറിയ എന്ന പേര് തുടങ്ങുമ്പോഴും ചില കാര്യങ്ങൾ വരുമ്പോഴും ഇവിടെ ഇഫിഡൊക്കെ ചേർക്കാറുണ്ട്. അല്ലാതെ എഫ് എടുത്ത് സക്കറിയ എഴുതുന്നവരുണ്ട്, ഇഫിഡ് ഇട്ട് സക്കറിയ എഴുതുന്നുണ്ട്. എഫ് ഇട്ട് എഴുതുവാണെങ്കിൽ കറിയ അല്ലെങ്കിൽ സക്കറിയ എന്നൊക്കെ എഴുതുവാണെങ്കിൽ ആൾക്ക് എഫിൻ്റെ സ്വഭാവമാണ്. ഇഫിഡ് ഇട്ടിട്ട് എഴുതുവാണെങ്കിൽ ഇഫിഡിൻ്റെ സ്വഭാവത്തിലേക്ക് വരും. ആ ഒരു പേരല്ല അധികം ഇതിനകത്ത് ഞാൻ പേര് കാണുന്നില്ല. പിന്നുള്ള തലപ്പേരുകളാണ്. തലപ്പേരല്ലോ, മനുഷ്യൻ്റെ കാര്യമാണ് അവർ സംസാരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പറയാൻ പോകുന്ന വൈ ലെറ്ററിനെ പറ്റിയാണ്. വൈ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ള ലെറ്ററാണ്. വൈ ലെറ്ററിൽ ആളുകൾക്ക് പേര് വരുമ്പോൾ കൂടുതലായിട്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. കൂടുതൽ അവർ ആളുകളിൽ നിന്ന് മാറി ഒതുങ്ങുന്ന ആളുകളാണ് വൈ ലെറ്ററിലുള്ള ആളുകൾ. കലാപരമായി അവർക്ക് വളരെയധികം കഴിവുകളുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളോട് ഒരു അറ്റാച്ച്മെൻറ്റ് വെക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു ലെറ്ററിലുള്ള ആളുകളാണ് വൈയിലുള്ളത്. വൈ കൂട്ടി ഒരുപാട് ആളുകൾക്ക് പേരുണ്ട്. വൈയിലുള്ള പേരുകളെല്ലാം വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കും. കാരണം വൈയിലുള്ള പേരുകൾ വളരെ കുറവായിരിക്കും. അതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള പേരുകളാണ്. ആ വൈയിലുള്ള പേരുകൾ അധികം ആളുകൾക്ക് പേരുകൾ വൈയിൽ തുടങ്ങാറുണ്ട്. മിക്കതും എ മുതൽ ബി വരെയുള്ള ഭാഗങ്ങളിൽ കുറേ കാര്യങ്ങളുടെ പേരുകൾക്ക് എണ്ണം കൂടുതലുള്ളൂ. ടി 6 ഏറ്റവും കൂടുതൽ പേരുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പേരുകൾക്ക് ലെറ്റർ ഇടുന്ന 6 ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഏറ്റവും കുറവ് വരുന്നത് വൈയിലാണ്. പിന്നെ ഇഫഡിൽ 1 or 2. പക്ഷെ വൈയിലൊരു 15 വരെ നമുക്ക് കൂട്ടിയെടുക്കാം. അത്രേ ഉള്ളൂ. അത്തരം പേരുകൾ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കും. ഇതുവരെ കേൾക്കാത്ത പേര്, കൊള്ളാല പേര് കൊള്ളാലോ, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള പേരുകളുടെ ഉടമകളാണ് വൈയിലുള്ളത്. ആ പേരാണ് അവരെ ആകർഷിപ്പിക്കുന്നത്. അവരുടെ സ്വഭാവമായിരിക്കില്ല, അവരുടെ രൂപമായിരിക്കില്ല. ആ പേരാണ് അവരെ ആകർഷിപ്പിക്കുന്നത്. ആ പേര് പെട്ടെന്ന് മറ്റൊരാളെ കേൾക്കുന്ന ആൾ ഓർത്തിരിക്കും. മറ്റുള്ളവരുടെ പേര് ഇപ്പോൾ തന്നെ ഒരുപാട്, ഇപ്പം ബിബിൻ എന്നുള്ള പേരാണെങ്കിൽ ഒരുപാട് പേർക്ക് ബിബിനുണ്ട്. 10-25 കാണും ഒരാളുടെ ഫ്രണ്ട്സ് ഫോൺ ബുക്കിൽ തന്നെ. അപ്പോൾ പിന്നെ അവന് നമ്പർ ഇടുമായിരിക്കും, ബിബിൻ 1, ബിബിൻ 2 നോക്കി എണ്ണ വിട്ട് വിടേണ്ടി വരും. അറ്റൻഡൻസ് എടുക്കുമ്പോൾ എണ്ണ വിടേണ്ടി വരും. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇടയിൽ പേരുള്ള സാധനമാണ് അഭിജിത്ത്, അരുണ്, അതുപോലെ തന്നെ ഈ ബിബിൻ എന്ന് പറയുന്ന പേര്. ബി കൂട്ടിയുള്ള പേരിൻ്റെ ലിസ്റ്റുകൾ ഒരുപാടുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് ഒരു 4-5 പിന്നെ ഏതാണെന്ന് അന്വേഷിക്കേണ്ടി വരും. പക്ഷെ വൈയിൽ ഒരാളൊക്കെ കാണും. മിക്കവരുടെ ഫ്രണ്ട് ലിസ്റ്റ് അങ്ങനെ ഒരാളെ കാണത്തില്ല. അപ്പം ഇതാണ് വൈയുടെ രീതി. അപ്പം വൈ എന്ന് പറയുന്ന ലെറ്ററിലുള്ള പേരുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ യമുന എന്നുള്ള പേരുണ്ടെങ്കിൽ അതൊരു നദിയുടെ പേരാണ്. അതിന് ഒരുപാട് ചരിത്രമുണ്ട്. അപ്പോൾ അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന പേരാണ്. അതുപോലെ യാമിനി, യാദവ്. ഇപ്പോൾ യാദവ് എന്നൊക്കെ ഉള്ള പേരുകൾ കൂടുതലും ഹിന്ദിക്കാരുടെ ഇടയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഷ്യലാണ് ഒക്കെ അവരുടെ ആ ഒരു ഇൻഷ്യലാണ് യാദവ്. ആ ഒരു യാദവിലൂടെ നമ്മൾ അറിയും ഇന്ന നടൻ അല്ലെങ്കിൽ ഇന്ന ആൾ. അപ്പോൾ അതിന് മുമ്പ് ഇന്ന ആളുകളെ ഇൻഷ്യലായിട്ടേ യാദവ് കാണും. അവരുടെ ഒരു പാരമ്പര്യമാണ് യാദവ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ആ പേര് നമ്മൾ ഓർത്തിരിക്കും. യമുന എന്നുള്ള പേര് ഓർത്തിരിക്കും, യാമിനി എന്നുള്ള പേരുകൾ ഓർത്തിരിക്കും. അത്തരം പേരുകൾ എത്ര പേർക്കുണ്ട്? സമൂഹത്തിൽ അധികം പേർക്കില്ല. എന്നാൽ ബാക്കിയുള്ള ലെറ്ററിലെല്ലാം പേരുണ്ടാവും. ടിയിലും ആറിലൊക്കെ പേരുണ്ടാവും. അടുത്തായിട്ട് പറയുന്നത് ഇഫഡിലാണ്. ഇഫഡിൽ ഞാനിപ്പോൾ എനിക്ക് സക്കറിയ മാത്രമേ അറിയത്തുള്ളൂ, വേറെ എനിക്കറിയത്തില്ല. പിന്നെ ഈ ഇഫഡിൽ വരുമ്പോൾ ഫൈനൽ ലെറ്ററാണ്. ഫൈനൽ ലെറ്റർ ആയതുകൊണ്ട് ഇതിന് പണം, അതായത് ഒരു ബിസിനസ് മൈൻഡുള്ള ആളുകളാണ് ഇഫഡിലുള്ള ആളുകൾ. ഇഫഡ് രീതിയിൽ തന്നെയാണ് അവരുടെ മൈൻഡ് ഇരിക്കുക. അതായത് ഒരു വക്രച്ച രീതിയിൽ എന്ന് വെച്ചാൽ ഭയങ്കരം ദുഷ്ടനല്ല, ക്രൂരനല്ല, ഒരു എല്ലാ കാര്യത്തിലും ഒരല്പം ട്രിക്കുകൾ ഉപയോഗിക്കുന്ന, ഒരു അളന്നു തൂക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള, ഒരു ബിസിനസ് ലെവലിലേക്ക് ചിന്തിക്കുന്ന ഒരു മൈൻഡുള്ള ആളുകളാണ് ഇഫഡിൽ. സ്ത്രീകൾക്ക് അത്രയും പേരുണ്ടെങ്കിൽ എനിക്കറിയില്ല. പുരുഷന്മാർക്ക് ഞാൻ ഈ പേര് മാത്രമേ എനിക്കറിയാം, വേറെ എനിക്കറിയത്തില്ല. പക്ഷെ ആ പേരുകളിലുള്ള ആളുകളെല്ലാം ബിസിനസ്സുകാരായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്, അല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഒരു അനലൈസ് കിടക്കുമ്പോൾ ബിസിനസ് മൈൻഡിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കാം. വേറെ നമുക്കിപ്പം അധികം ഒന്നും ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. ബിസിനസ് മൈൻഡുള്ള എല്ലാ ആളുകളും കൂടുതലും സെൽഫ് ആയിട്ട് പെരുമാറുന്ന സെൽഫിഷ് മെൻറ്റാലിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഭയങ്കരം സാധാരണ മനോഭാവം നമ്മൾ ചിന്തിക്കേണ്ട. കൂടുതലും ഒറ്റയ്ക്കൊരാൾ, ചുറ്റും ജോലിക്കാർ, പരിചാരകർ, ആ ഒരു മൈൻഡിൽ തീരുമാനിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ പേര് വെച്ചുള്ള അനലൈസിങ് നമുക്കിവിടെ തീർന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പാമിസ്ട്രിയുടെ വീഡിയോയും ജോഷത്തിൻ്റെ സ്ത്രീകളുടെ പൊതുസ്വഭാവത്തിൻ്റെ വീഡിയോയുടെയും കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.